ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ആൽഫ ജീനിയസ് അക്കാഡമിയുടെ ചെയർമാൻ റോജർ സാറാണ്. സാർ, നമ്മുടെ പേരൻസിനൊക്കെയുള്ള ഒരു ക്വറി ഇതാണ്, പൊതുവെയുള്ള ഒരു സംശയമാണ്, പ്രത്യേകിച്ച് പുറം രാജ്യങ്ങളിലുള്ള മാതാപിതാക്കൾക്കുള്ളൊരു പേടിയാണ്. എൻ്റെ കുട്ടി 10ാം ക്ലാസ് കഴിഞ്ഞ് എങ്ങോട്ട് പോകണം, എന്ത് പഠിക്കണം, എവിടെയാണ് സേഫായിട്ട് എനിക്ക് എൻ്റെ കുഞ്ഞിനെ ചേർക്കാൻ പറ്റുന്നത്, ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങളാണ് മാതാപിതാക്കളുടെ ഉള്ളിൽ ഉള്ളത്. അപ്പോൾ സാറിന് ഇത്രയും വർഷങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്നും മാതാപിതാക്കൾക്ക് എന്ത് ഒരു ഉപദേശമാണ് കൊടുക്കുവാൻ സാധിക്കുന്നത്? ഒരു 10th സ്റ്റാൻഡേർഡ് വരെ എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങൾ ശരിക്കും മാതാപിതാക്കളോടൊപ്പം ഒന്നിച്ച് നിന്ന് പഠിക്കുന്ന ഒരു കാലഘട്ടം എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുക. അത് ഏത് രാജ്യത്താണെങ്കിലും. പക്ഷേ 10th ശേഷം, അതിൽ പ്രത്യേകിച്ച് ഒരു 12th ശേഷം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, മക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു ഹയർ എഡ്യൂക്കേഷന് എന്തായാലും മാറി നിന്ന് പഠിച്ചേ പറ്റുള്ളൂ. അതൊരു ഡിഗ്രി കോഴ്സുകളായാലും പ്രൊഫഷണൽ കോഴ്സുകളായാലും അക്കാഡമിക് എന്ത് കോഴ്സിനും നമ്മളൊരു മാറി ഒരു രാജ്യത്തേക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിലേക്ക് അതുമല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി ക്യാമ്പസിലേക്കൊക്കെ മാറി നിന്ന് പഠിക്കേണ്ടതാണ്. പേരൻസിനോടൊപ്പം നിന്ന് പഠിക്കുക എന്നുള്ളത് +2 ശേഷം വളരെ വിരളമായിട്ട് തന്നെയാണ് സാധിക്കുന്നത്. ശരിയാണ്. അപ്പോൾ അതിന് മുമ്പുള്ള ഒരു ഇൻ ബിറ്റ്വീൻ ഗ്യാപ്പിലുള്ള ടൈമാണ് ആ 11th 12th എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് ശരിക്കും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏജ് ഒന്ന് നോക്കിയാൽ 15, 17 ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ആകുന്ന വർഷം. അത് അക്കാഡമിക്കലി അവർ ഇമ്പ്രൂവ് ചെയ്യണം, അവരുടെ ക്യാരക്ടറിൽ വലിയൊരു ചേഞ്ച് ഉണ്ടാകുന്നൊരു സമയം. നമുക്കിപ്പോഴത്തെ കാലത്ത് പറഞ്ഞാൽ ഒരു ജെൻസിയിലേക്ക് കുട്ടികൾ ഒരു കൺവേർട്ട് ആകുന്ന ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റിയിലേക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ട ഒരു കാലഘട്ടം. ഈ സമയത്ത് ശരിക്കും പറഞ്ഞാൽ പേരൻസിൻ്റെ കെയർ പോലെ ഒരു നല്ല കെയർ കിട്ടുന്ന ഒരു സിസ്റ്റത്തിലായിരിക്കണം കുട്ടികൾ പഠിക്കേണ്ടത്. അതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട ഒരു വാക്ക്. ഓക്കെ, അത് വിദേശത്ത് പഠിക്കണോ നാട്ടിൽ പഠിക്കണോ എന്ന് ചോദിച്ചാൽ, അപ്പോൾ വിദേശത്ത് പഠിക്കുമ്പോഴത്തേക്ക് ഒരു പരിധിവരെ 11th 12th ഗ്രേഡിലൊക്കെ ഒരു സാധാരണ പേരൻസിനെ സംബന്ധിച്ചിടത്തോളം അഫോർഡ് ചെയ്യാൻ പറ്റുന്നതിൽ വലിയൊരു ഫീസാണ് 11th 12th പഠിക്കേണ്ടി വരുന്നത്. അത് UAE അല്ല മറ്റുള്ള ഏത് രാജ്യങ്ങളിലൊക്കെ ആണെങ്കിലും തന്നെ ഒരു 11th 12th ഗ്രേഡിൽ പഠിക്കുമ്പോൾ ഒരു വലിയ എമൗണ്ടാണ് ഫീസ് വരുന്നത്. അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യയിൽ വളരെ റീസണബിൾ ഫീസിൽ ഇതേപോലെ നല്ല സിസ്റ്റത്തിൽ നല്ല കെയറോടുകൂടി പഠിക്കാനുള്ള സാധ്യതകൾ ധാരാളമുണ്ട്. അപ്പോൾ അത് തപ്പിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് തപ്പിയെടുക്കുമ്പോൾ ഒരു ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് സാർ പ്രിൻസിപ്പളായിരിക്കുന്ന ആൽഫ ജീനിയസ് ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ. നമ്മുടെ ഒരു സ്കൂളിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എടുത്തു പറയാവുന്നത് ഒരൊറ്റ ക്യാമ്പസാണ്. ഒരു 5 ഏക്കറുള്ള ഒരു ക്യാമ്പസിനകത്ത് തന്നെ സ്കൂളും ഹോസ്റ്റലും ടീച്ചേഴ്സും കൂടെ താമസിക്കുന്ന ഒരു റെസിഡൻഷ്യൽ ഫെസിലിറ്റിയാണ്. ഇപ്പം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പേരൻസ് ഒരു കൺസേൺ ആകുന്നത് ഒരു സോഷ്യൽ മീഡിയയുടെ യൂസേജാണ്, മൊബൈൽ ഫോണിൻ്റെ ഉപയോഗമൊക്കെയാണ്. പ്രത്യേകിച്ച് 10ാം ക്ലാസ് വരെയുള്ള ഏജിൽ അവരെ നമുക്കൊന്ന് പേടിപ്പിച്ചും വഴക്ക് പറഞ്ഞും ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ 11th 12th ഗ്രേഡിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പേടിപ്പീരൊന്നും നടക്കത്തില്ല. അപ്പോൾ ആ സമയത്ത് അതിൻ്റെയൊക്കെ ഒരു കൺട്രോളിംഗ് ഉള്ള ഒരു ക്യാമ്പസിലാണെങ്കിൽ 2 വർഷം തീർച്ചയായും അത് അവരുടെ ആ പൊട്ടൻഷ്യലിനെ കൂടെ നമുക്ക് എഡ്യൂക്കേഷനിലേക്ക് അല്ലെങ്കിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്യുന്നതിലേക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കും. അപ്പം നല്ല എഡ്യൂക്കേഷൻ വേണം, നല്ല കെയർ വേണം, നല്ലൊരു ക്യാരക്ടർ ഫോർമേഷൻ വേണം. ഇതെല്ലാമാണ് ഈ ഒരു 11 എന്നാൽ അഫോർഡബിളും ആയിരിക്കണം. അപ്പോൾ ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ അഭിമാനത്തോടെ പറയാം, നമ്മുടെ സ്കൂളിൽ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു സിസ്റ്റം ഒരു പേരൻസ് മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും ഒരു വിദേശത്ത് പഠിപ്പിക്കുന്നതിനേക്കാൾ നമ്മുടെ സ്കൂളിൽ ഇതുപോലുള്ള സൗകര്യങ്ങൾ അവർക്ക് പ്രയോജനപ്പെടുത്താം. അതുപോലെ തന്നെ നമുക്കൊരു ഫാമിലി അറ്റ്മോസ്ഫിയർ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. സോ പേരൻസ് എബ്രോഡ് ആണെങ്കിൽ പോലും നമ്മൾ ഗാർഡിയൻസ് ആയിട്ട് അവരെന്താണ് ചെയ്യുന്നത് അത് തീർച്ചയായിട്ടും സാറിൻ്റെ മോണിറ്ററിങ്ങിൽ ചെയ്തു കൊടുക്കുവാനായിട്ട് ടീച്ചേഴ്സ് എല്ലാവരും സ്കൂളിൽ തന്നെ താമസിക്കുകയാണല്ലോ. വാർഡന്മാരും അഡ്മിനിസ്ട്രേറ്റേഴ്സും എല്ലാവരും ഹോസ്റ്റലിൽ കുട്ടികളോടൊപ്പം താമസിച്ച് പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റം അല്ലേ. ഇനി അതിനോടൊപ്പം തന്നെയാണ് അവരുടെ അക്കാഡമിക് ഇമ്പ്രൂവ്മെൻറ്റ് ഏറ്റവും വേണ്ട ഒരു സമയമാണ്. ഒരു +2 കഴിഞ്ഞിട്ട്
ഒരു നേഴ്സിംഗ് കോഴ്സിന് ഒരു കുട്ടിക്ക് അഡ്മിഷൻ കിട്ടിയാൽ ആ കുട്ടി പിന്നെ ലൈഫ് ലോങ് നേഴ്സാണ് അല്ലേ. ഒരു +2 കഴിഞ്ഞിട്ട് ഒരു MBBS കോഴ്സിന് അഡ്മിഷൻ കിട്ടിയാൽ ലൈഫ് ലോങ് ഡോക്ടറാണ് അല്ലേ. +2 കഴിഞ്ഞിട്ടൊരു എഞ്ചിനീയറിംഗ് കോഴ്സിന് അഡ്മിഷൻ കിട്ടിയാൽ ലൈഫ് ലോങ് എഞ്ചിനീയറാണ് അല്ലേ. ഒരു +2 കഴിഞ്ഞിട്ട് ഒരു ഏവിയേഷൻ മേഖലയിലേക്ക് അഡ്മിഷൻ കിട്ടിയാൽ പിന്നെ ഒരു പൈലറ്റോ അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിലെ ഓഫീസറാണ്. ഓക്കെ, അപ്പം അങ്ങനെ ഒരു +2 ശേഷം ഉള്ള അവരുടെ ലൈഫിൻ്റെ ഡെസിഗ്നേഷൻ തീരുമാനിക്കുന്നത് ആ ഒരു +2 ശേഷം അഡ്മിഷൻ കിട്ടുന്ന കോഴ്സിലൂടെയാണ്. അപ്പോൾ അത് ഏറ്റവും മികച്ച കോഴ്സായിരിക്കണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പം നല്ല കോഴ്സുകൾ, നല്ല ക്യാമ്പസുകൾ നമുക്കൊരു +2 ശേഷം അഡ്മിഷൻ കിട്ടണമെങ്കിൽ ആ 11th 12th സമയത്തുള്ള ഒരു സ്റ്റഡി എന്ന് പറയുന്നതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, ഏറ്റവും മികച്ചതായിരിക്കണം. അപ്പോൾ അത് വെറുതെ പഠിച്ചാൽ പോരാ. ഒരു നല്ല കെയറോടുകൂടി ഏറ്റവും ഹൈലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അധ്യാപകരോടൊപ്പം അവരുടെ ഫ്യൂച്ചർ പാഷൻ എന്താണ്, ഓക്കെ, പാഷൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ സാറിന് അറിയാമല്ലോ അല്ലേ. അപ്പോൾ ഒരു ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ടൈമാണ്. അവിടെ അവർക്ക് തോറ്റെങ്കിൽ ജീവിതത്തിൽ അത് കറക്റ്റ് ചെയ്യാൻ പിന്നെ സമയമെടുക്കും. അത് സമയമെടുക്കും. ജീവിതത്തിൽ തോറ്റു എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, പക്ഷെ പിന്നെ അത് കറക്റ്റ് ചെയ്യാൻ വളരെയധികം സമയം എടുക്കേണ്ടി വരും. ഓക്കെ, അപ്പം ആ സമയം നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുത്താതെ കൃത്യമായ സമയത്ത് ഒരു കൃത്യമായ വേയിലേക്ക് അവരെ എത്തിക്കാൻ, മനസ്സിലായല്ലോ. ആൽഫ ജീനിയസ് ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ അവർക്ക് ഭയങ്കരമായ ഒരു ഒരു ഗൈഡൻസ് ആണ്, കെയർ ആണ്, സപ്പോർട്ടാണ് ഈ സമയത്ത് അവർക്ക് ചെയ്തു കൊടുക്കുന്നത്. സാറെ, വേറൊരു സംശയം മാതാപിതാക്കൾക്ക് എവിടെയാണെങ്കിലും ഉള്ളതാണ്. ICSE ബോർഡാണോ, CBSE ബോർഡാണോ, IGCSE ബോർഡാണോ, അതോ ഇനിയും സ്റ്റേറ്റ് സിലബസ് ആണോ? 10ാം ക്ലാസ് കഴിഞ്ഞ് കുട്ടികൾക്ക് നല്ലതെന്നുള്ള ഒരു കൺഫ്യൂഷൻ പേരൻസിനുണ്ട്. അത് എല്ലാവരും ഇതിൽ ഓരോന്നും ഞങ്ങൾ പഠിക്കുന്നതാണ് നല്ലതെന്ന് എല്ലാവരും പറയും. ഇതിനകത്തൊന്നും മോശവും നല്ലതും ഒന്നുമില്ല. കാര്യം ഇതെല്ലാം ഒരു ബോർഡാണ്, ഒരു പബ്ലിക് എക്സാമിനേഷൻ നടത്തുന്ന ഒരു ബോർഡ് എന്ന് മാത്രമേ ഉള്ളൂ. ഒരു +2 CBSEയോ ISEയോ സ്റ്റേറ്റോ ഏതും ആയിക്കോട്ടെ പഠിച്ചു കഴിഞ്ഞാൽ +2 ശേഷം നമ്മൾ എവിടെ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോഴും +2 എത്ര മാർക്കുണ്ടെന്ന് ചോദിക്കുമായിരിക്കും, പക്ഷേ അത് ഏത് ബോർഡിൽ പഠിച്ചു എന്നെഴുതൊരു കോളം പോലും കിട്ടത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ 11th 12th ഏത് ബോർഡ് പഠിക്കുന്നു എന്നുള്ളത് ഒരു ഫാക്ടർ അല്ല, നമ്മുടെ ലൈഫിൽ ഒരു ഡിസിഷൻ മേക്കിംഗ് ആയിട്ടുള്ളൊരു ഫാക്ടർ അല്ല. പിന്നെ ഏത് ബോർഡ് പഠിച്ചാലും ആ ബോർഡിൻ്റെ അണ്ടറിലുള്ള ഒരു നല്ല സ്കൂളിലാണ് നമ്മൾ പഠിക്കുന്നത്, അതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ CBSE എടുത്താലും സ്റ്റേറ്റ് എടുത്താലും ISE എടുത്താലും എല്ലാം ഇതിനെല്ലാം പഠിക്കാനുള്ള ഒരു കോമൺ ടെക്സ്റ്റ് ബുക്കാണ് NCERT. അപ്പോൾ NCERT ഓറിയൻറ്റഡ് ആയിട്ട്, കാര്യം ഈ NCERTയെ നമ്മൾ അത്രയും സ്ട്രെസ് ചെയ്ത് പറയുന്നതിൻ്റെ കാര്യം ഒരു നാഷണൽ ലെവൽ, ഇപ്പോൾ ഒരു ബോർഡ് എക്സാമിനേഷനേക്കാട്ടിലുപരി, +2 ബോർഡ് എക്സാമിനേഷനേക്കാട്ടിലുപരി +2 ശേഷമുള്ള നല്ല നല്ല കോഴ്സുകൾക്കെല്ലാം അഡ്മിഷൻ കിട്ടുന്നത് ഇപ്പോൾ എൻട്രൻസ് പരീക്ഷകളിലൂടെയാണ്. അത് ഡിഫൻസിൻ്റെ ആർമി, നേവി, എയർഫോഴ്സിൻ്റെ സെക്ടറിലേക്കോ, നഴ്സിംഗ് കോഴ്സുകളിലേക്കോ, മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രൊഫഷനിലേക്കോ, ഏവിയേഷൻ മേഖലകളിലോ, ഇന്ത്യൻ റെയിൽവേയിലേക്കോ, സിവിൽ സർവീസ് എന്തുമായിക്കോട്ടെ, ഏത് മേഖലയിലേക്ക് പോണേലും +2 ശേഷം +2 മാർക്കിനേക്കാട്ടിലുപരി എൻട്രൻസിൻ്റെ റാങ്കുകളാണ് അവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ നാഷണൽ ലെവലിൽ വരുന്ന എല്ലാ എൻട്രൻസുകൾക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് NCERT ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ ആ NCERT ഓറിയൻറ്റഡ് ആയിട്ട് 11th 12th പഠിക്കുക, അതിനുശേഷം ഏതെങ്കിലും ഒരു ബോർഡ് എക്സാം എഴുതുക. ആ ബോർഡ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഒരു ക്വാളിഫയിങ് എക്സാമിനേഷൻ മാത്രമാണ്. അത് നമ്മൾ നല്ലൊരു മാർക്ക് അച്ചീവ് ചെയ്യുക, അതിനോടൊപ്പം ഈ എൻട്രൻസ് പരീക്ഷകളിൽ നല്ല റാങ്ക് നമ്മൾ അച്ചീവ് ചെയ്യും. അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രാധാന്യമായിട്ട് വരുന്നത്. അതുകൊണ്ട് ഏത് ബോർഡിൽ പഠിക്കുന്നു എന്നുള്ളതിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കേണ്ടതില്ല. ഓക്കെ. പിന്നെ നമ്മൾ ആൽഫ ജീനിയസ് അക്കാഡമിയിൽ ചേരുമ്പോൾ നമ്മൾ ഗോൾ ഓറിയൻറ്റഡ് ആയിട്ടല്ലേ കുട്ടികളെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പം അതിനെക്കുറിച്ച് സാറ് മാതാപിതാക്കളോട് എന്ത് പറയുന്നു? ഇപ്പം എല്ലാവരുടെയും ഒരു കൺസേൺ ആണ്, എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുട്ടി ആരായി തീരണം, അല്ലെങ്കിൽ ഞാനൊരു +2 ശേഷം ഏത് കോഴ്സ് എടുക്കണം എന്നൊക്കെയുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് പറയാനുള്ളത്, എപ്പോഴും ഒരു കുഞ്ഞിൻ്റെ പാഷനാണ് നമ്മൾ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതിന് ടേസ്റ്റ് ഉണ്ടോ? ഒരു നേഴ്സാകാൻ ഇഷ്ടമില്ലാത്ത ഒരാളെ ഭയങ്കര ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ഫീൽഡിലേക്ക് വിട്ടിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പം ഏത്
ഒരു പ്രൊഫഷൻ, ഒരു 1ാം ക്ലാസ് തൊട്ട് +2 വരെ എന്ന് പറഞ്ഞാൽ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സാണ് പഠിക്കുന്നത്. അതെ. പക്ഷെ +2വിന് ശേഷം നമ്മൾ എടുക്കുന്ന ഏത് കോഴ്സ്, ഇപ്പോൾ ഒരു BSc കോഴ്സിന് പോയി, അതിനും ഒരു ലക്ഷ്യം ഉണ്ടാകണം. ഞാൻ ആ BSc ഡിഗ്രി എടുക്കുന്ന ഒരു ടീച്ചർ ആകാനാണോ, അതൊരു ബാങ്ക് മാനേജർ ആകാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് എഴുതാൻ വേണ്ടിയിട്ടാണോ, അതോ സിവിൽ സർവീസിൻ്റെ മേഖലയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണോ എന്ന് തീരുമാനിച്ച് വേണം ഒരു നോർമൽ ഡിഗ്രിക്ക് കോഴ്സിന് ജോയിൻ ചെയ്യാൻ. അത് ഡിഗ്രി കഴിയുമ്പോൾ വേണമെങ്കിൽ നമുക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാമെന്ന് വേണേൽ ചിന്തിക്കുക. പക്ഷേ +2വിന് ശേഷം ഒരു പ്രൊഫഷണൽ കോഴ്സ് എടുത്താൽ പിന്നെ മാറാൻ പോലും പറ്റത്തില്ല. ഓക്കെ, അപ്പം തീർച്ചയായിട്ടും 11th 12th സമയത്ത് കൃത്യമായ ഒരു ഗോളിലേക്ക് എത്തിക്കത്തക്ക രീതിയിൽ, അല്ലെങ്കിൽ എത്തത്തക്ക രീതിയിൽ അതിന് വേണ്ട അവെയർനെസ് കൊടുക്കേണ്ടത് ഈ കരിക്കുലത്തിൽ അല്ലെങ്കിൽ ഈ സമയത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ നമ്മുടെ ആൽഫ ജീനിയസ് സ്കൂൾ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. ഒരു കുട്ടിയുടെ പാഷൻ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്ന് അവർക്ക് അവെയർനെസ് കൊടുത്തുകൊണ്ട് 11th 12th സ്റ്റഡി ഏറ്റവും ബെസ്റ്റ് ആക്കാനുള്ള എല്ലാം പഠിക്കെന്ന് പറയാതെ പഠിക്കേണ്ടത് എൻ്റെ ആവശ്യമാണെന്ന് തിരിച്ചറിവുണ്ടാകുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം, അതാണ് നമ്മുടെ സ്കൂളിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇതേപോലെ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് പോയാൽ സാറിൻ്റെയൊക്കെ ഒരു കെയറിങ്ങിൽ കൃത്യമായിട്ട് പോകുന്നതിലൂടെ കുട്ടികൾക്ക് 10ാം ക്ലാസ് കഴിഞ്ഞാൽ 11th 12th നമ്മുടെ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു അഫോർഡബിൾ ഫീസിൽ കൃത്യമായ ലക്ഷ്യബോധമുള്ള ഒരു ഫസ്റ്റ് ചാൻസിൽ എൻട്രൻസുകൾ ജയിക്കുന്ന നല്ല ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ നേടി നല്ല ക്യാരക്ടർ ഫോർമേഷനോടുകൂടി മക്കൾക്ക് അവരുടെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് നല്ലൊരു പ്രൊഫഷനിലേക്ക് അവർക്ക് എത്താൻ സാധിക്കും. തീർച്ചയായും നിങ്ങൾക്ക് പ്രിൻസിപ്പൽ സാറുമായിട്ട് കോൺടാക്റ്റ് ചെയ്തുകൊണ്ട് ആൽഫ ജീനിയസ് സ്കൂളിൻ്റെ പ്രത്യേകതകളും ക്യാമ്പസിൻ്റെ ആ ബ്യൂട്ടിയും മനസ്സിലാക്കി നമ്മുടെ ലൈഫിൽ ഡിസിഷൻ മേക്ക് ചെയ്യേണ്ട ഈ ഒരു 2 വർഷം ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ നേടാൻ ടീച്ചേഴ്സിൻ്റെ ഗൈഡൻസും സപ്പോർട്ടും ഒക്കെ സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാം. അതിന് എല്ലാ സപ്പോർട്ടുമായി ടീച്ചേഴ്സ് നിങ്ങളോടൊപ്പം കൂടെയുണ്ട്. താങ്ക് യു സർ. ഓക്കെ, താങ്ക്സ്.